സ്തോത്രം. സ്തുതിക്കുന്ന ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവേ നീ സ്തുതിക്കുന്നു. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി കർത്താവേ, നന്ദി അപ്പാ. നന്ദിയോടെ സ്തോത്രം. ദൈവസന്നിധിയോടപ്പാ ഞങ്ങൾക്ക് അടുത്ത് വരുവാൻ നൽകിയതിലെ കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞു. ലിഖോനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദൈവങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ കർത്താവേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you, Lord. Thank you, Jesus. Hallelujah. 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 ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നോടെ വന്ദനം എന്നുമെൻ കാലമാ, നിന്നോടെ വന്ദനം എന്നുമെൻ കാലമാ. വന്ദനാമേ യേശു രക്ഷകൻ നായകന്, വന്ദനാമേ, വന്ദനാമേ. ആമേൻ. വന്ദനത്തിനും യോഗ്യനേ, ആമേൻ. വന്ദനത്തിനും യോഗ്യനേ. പൊന്നുമാഹേശനേ നിന്നോടെ കാരുണ്യം, പൊന്നുമാഹേശനേ നിന്നോടെ കാരുണ്യം, സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ, സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ. വന്ദനാമേ യേശു രക്ഷകന് നായകന്, വന്ദനാമേ, വന്ദനാമേ. ആമേൻ. വന്ദനത്തിനും യോഗ്യനേ, ആമേൻ. വന്ദനത്തിനും യോഗ്യനേ. ഇളകാത്ത രാജ്യമാ സിയോൻ സ്വന്തമാ, ഇളകാത്ത രാജ്യമാ സിയോൻ സ്വന്തമാ. പരനോടു കൂടെ ഞാൻ നിത്യമായി വാണിടോ, പരനോടു കൂടെ ഞാൻ നിത്യമായി വാണിടോ. വന്ദനാമേ യേശു രക്ഷകൻ നായകന്, വന്ദനാമേ, വന്ദനാമേ. ആമേൻ. വന്ദനത്തിനും യോഗ്യനേ, ആമേൻ. വന്ദനത്തിനും യോഗ്യനേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അപ്പാ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സായം സന്ധ്യയ്ക്കായി അപ്പാ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾ പാർക്കുന്ന ഈ ഭവനത്തിൽ നിന്റെ മക്കളും ഒരുമിച്ച് കർത്താവെ ഈ നല്ല സന്ധ്യയ്ക്ക് സഭയായി ഞങ്ങൾക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കി തന്ന ഈ വിലയേറിയ അവസരത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സഭയായി കുടുംബമായി കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു. വീണ്ടും ഒരുമിച്ച് കർത്താവെ സന്ധ്യയുടെ യാമത്തിങ്കൽ ദൈവമുഖത്തേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുവാൻ
ദൈവം ഞങ്ങൾക്ക് ഒരുക്കി നൽകിയ ഈ നല്ല സാവകാശം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എളിയ ഭവനത്തിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. ദൈവവാദപീഠത്തിൽ ഈ സന്ധ്യയെങ്കിൽ കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ നല്ല സന്ധ്യയെങ്കിൽ ഞങ്ങൾ ദൈവമക്കളായി ഒരുമിച്ച് കൂടി കർത്താവിനെ പാടി മഹത്വപ്പെടുന്നത് എന്റെ കുഞ്ഞുങ്ങൾക്ക് എളിയ ഭവനത്തിന് കർത്താവെ അനുഗ്രഹമാക്കി ദൈവോട് തീർക്കണമേ അപ്പ. എന്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആമേ കർത്താവെ സ്തോത്രം എല്ലാ വിഷയത്തിന്റെ മുഖത്തും അപ്പന്റെ കരം അത്ഭുതകരമായി നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആമേ വെളിപ്പെടുത്തി അങ്ങോട്ടൊന്ന് മാനിച്ച് അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭൗതികത്തിനും ആത്മീകത്തിലും ശാരീരികമായും മാനസികമായും ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ്. നല്ല സന്ധിക ദൈവമക്കളായ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവസന്നതിയിൽ എളിവന്നലായിരിക്കുമ്പോൾ കർത്താവെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമായി ഭവിക്കട്ടെ. ദൈവത്തിന്റെ വാദമെടുത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇരുവരെ കർത്താവെ സ്തോത്രം ഓർത്ത് സ്തോത്രം. കുഞ്ഞിനെ ഓർത്ത് സ്തോത്രം. അവരുടെ ഇരു കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. മാതാപിതാക്കളെ ഓർത്ത് സ്തോത്രം. ദൈവോടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവിനായി പിതാവിനായി ആമേ കർത്താവെ സ്തോത്രം. സഹോദരനായി കുടുംബത്തിനായി ഒക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശേഷം പ്രിയ മാതാവിനായി ഞങ്ങൾ ഈ സന്ധ്യയെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവപ്പെടുത്തിക്കുന്ന ആശ്വാസത്തിനും വിടുതലിനും ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ സന്ധ്യയെങ്കിൽ ഞങ്ങൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ ദൂരത്ത് കർത്താവിന്റെ മകളുടെ മേൽ ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി ദൈവമേ ദൈവം അയച്ചു മകളെ ബലപ്പെടുത്തണം, സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബാതിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചാണ് സഹായിച്ചാണ്. പ്രിയാശിഷ്ട പിതാവിനായി മാതാവിനായി പ്രാർത്ഥിക്കുന്നു. സഹോദരനെ കുടുംബത്തിന് ഞങ്ങൾ ഓർക്കുന്നു. എന്റെ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ ഞങ്ങളായി മക്കളോട് ഒരുമിച്ച് ഈ ഭവനത്തിലായിരിക്കാൻ ദേശത്തായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവവേദനകളൊക്കെയും അവന്റെ കാര്യങ്ങൾ അവിടുന്ന് വഹിച്ചു. കർത്താവ് സൂക്ഷിച്ചു. ആവശ്യമായ അവയെ വിടുതലും ആശ്വാസവും അനുഗ്രഹവും ഒക്കെ കർത്താവ് നൽകി. കർത്താവ് എല്ലാം ദൈവത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. അവന്റെ തിരുവിതമെങ്കിൽ കർത്താവ് എന്റെ കുഞ്ഞുങ്ങൾ മടങ്ങിപ്പോകുന്നു. കർത്താവെ മടക്ക യാത്രയിലും ആമേ വാഹനത്തിലും വഴിയിലും ആമേനൊക്കെ കർത്താവിന്റെ കാര്യം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ സൂക്ഷിപ്പ് അനുഭവിപ്പാൻ ദൈവോട് സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുടുംബാതിന്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ നല്ല സന്ധ്യയിൽ കർത്താവെ എല്ലാ ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അടിയങ്ങളുടെ സഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ നല്ല സന്ധ്യയ്ക്ക് അടിയങ്ങൾക്കും കർത്താവെ അനുഗ്രഹമാക്കി തീർക്കണം. ദൈവനായ ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനം അടിയങ്ങൾക്ക് കർത്താവെ അനുഭവിപ്പാൻ ദൈവമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പന്റെ മുഖത്തേക്ക് നോക്കി ആരും ലജിച്ചു പോയിട്ടില്ല. ഈ നല്ല സന്ധ്യയെങ്കിൽ അപ്പാ ഞങ്ങളേറിയ ദൈവിക കൃപയോടെ അവനേറിയ ദൈവിക അനുഗ്രഹത്തോടെ കർത്താവെ സ്തോത്രം അടങ്ങിപ്പോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഈ സന്ധ്യയെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യേ അവിടുന്ന് പകരപ്പെടുമാറാവണമേ. പ്രാർത്ഥിപ്പാൻ പാടുവാൻ ദൈവാത്മാവ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി അനുഗ്രഹത്തോടെ ഈ സന്ധ്യയെങ്കിൽ ദൈവമായിരിക്കാൻ കർത്താവ് കൃപ നൽകിയാണ്. കുറവുകളും ദൈവമൊക്കെ കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണം. ആമേ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണം, കരങ്ങൾ ഞങ്ങളെ വഹിക്കണം. തുടർന്ന് കർത്താവിന്റെ സാന്നിധ്യ രൂപനിടയാക്കണം. ദൈവവാദപ്പെടുത്തി ഞങ്ങളെ സമ്പൂർണ്ണമായി കർത്താവെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ നല്ല സന്ധ്യയിലപ്പ അവിടെ പ്രാർത്ഥന കേട്ട് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാനുള്ള സ്തോത്രം. മഹത്വം ദൈവത്തിന്. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ പിതാവെ കേൾക്കണമേ. ആമേ സ്തോത്രം. ഒരു പാട്ടുപാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പാടി പുകഴ്ത്തിടാം ദേവാദേവന് പുതിയതാം കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവാദേവന് പുതിയതാം കൃപകളോടെ.
യേശുവേ താനെന്നു വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. നല്ല കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കായെന്ന വാർത്തയാ. നല്ല കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കായെന്ന വാർത്തയാ. എന്നെ കണ്ടാല്
നല്ല സന്ധിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമുക്ക് സമയായി എളിയ ഭവനത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ എണ്ണിച്ച് കുടുംബ പ്രാർത്ഥനയായി നമുക്കായിരിക്കാൻ ദൈവമായ കർത്താവ് ഈ നല്ല സന്ധിയെങ്കിലും അവസരത്തെ ഒരുക്കിയതോടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നാം പാടിയതുപോലെ പെറ്റതള്ളതിലെ കുഞ്ഞിനെ മറന്നാൽ അവയെ മറക്കാത്തൊരു ദൈവം, ആ ദൈവത്തിന്റെ കരുതലും ആ ദൈവത്തിന്റെ സൂക്ഷിപ്പും ആ ദൈവത്തിന്റെ പരിപാലനവും ആമേ നമുക്ക് അനുദിനങ്ങളൊക്കെ അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഉള്ളക്കരങ്ങൾ ദൈവം നമ്മെ വഹിച്ചു. അത്ഭുതകരമായ ദൈവം നടത്തി. ആമേ സ്തോത്രം. ആയുസ്സും ആരോഗ്യവും കൃപയും ബലവും ഒക്കെ ദൈവം നൽകി തന്നു. വരാവുന്ന പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ എല്ലാവരും ദൈവം നമ്മെ വിടുവിച്ചു. ഈ നല്ല സന്ധ്യയെങ്കിൽ താഴ്മയോടെ ദൈവമുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ വീണ്ടും ഉയർത്തുവാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ നൽകി. ഈ നല്ല സന്ധ്യയെങ്കിൽ ആമേ ദൈവമുഖത്തേക്ക് നമുക്ക് വിശ്വാസത്തോടും പ്രത്യാശയോടും ദൈവസ്നേഹത്തോടും അല്പനേരം നമുക്ക് വീണ്ടും നമ്മുടെ കണ്ണുകളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. കർത്താവ് ഈ നല്ല സന്ധ്യയിലോട്ടും അവൻ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഭവനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയജസമ്പതനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. തന്റെ കുഞ്ഞുങ്ങളെ കർത്താവത്തോളം അവിടുന്ന് സഹായിച്ചു. അനുഗ്രഹത്തോടെ ദൈവം നടത്തി. ആമയെ കർത്താവ് വിടുവിച്ചു. ദൈവം സഹായിച്ചു. അത്ഭുതകരമായി നടത്തിയുള്ള വഴികൾക്കായി ദൈവത്തിന് നന്ദി പറയാം. സമൃദ്ധിയായി തന്റെ കുഞ്ഞുങ്ങളെ വീണ്ടും ആത്മീയത്തിലും ഭൗതികത്തിലും ശാരീരികമായും മാനസികമായും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ നല്ല സന്ധ്യയെങ്കിലെ നമ്മുടെ കൂടി വരവ് ഏറ്റവും അനുഗ്രഹമായി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഭവിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ ആത്മീക ഭൗതിക നന്മകളായി ഭവനത്തെ കർത്താവ് നിറച്ച് ആമേ ദൈവത്തോട് സഹായിക്കട്ടെ. അതിനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെയും മാതാപിതാക്കളെ കുടുംബങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഈ നല്ല സന്ധ്യയെങ്കിൽ നമ്മളിൽ കൊണ്ടിരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആമേ തന്റെ കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ. ആമേ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുതൽ, ദൈവിക വിടുതൽ ഒക്കെ കർത്താവ് ആമേ നൽകി ആദരിക്കട്ടെ. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ നല്ല സന്ധ്യയിലേക്ക് കൂടി വരവ് ഇരു കുടുംബങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ. വിടുവിക്കപ്പെടേണ്ടവർ വിടുവിക്കപ്പെടണം. സൗഖ്യമാവണം. ആമെ അനുഗ്രഹിക്കപ്പെടണം. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ട സമയങ്ങളിൽ ആമെ ദൈവത്തിന്റെ പ്രവൃത്തികളാൽ തന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളായി നമ്മൾ കടന്നു വന്നല്ലോ ആയിരിക്കുന്നത് അവർക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ എല്ലാ ദൈവങ്ങളും ആത്മാർത്ഥമായി ഈ നല്ല സന്ധ്യയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വാദപ്പെടുത്തി നല്ല സന്ധ്യയ്ക്ക് നമുക്ക് സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ കൂടി വരവേറ്റവും അനുഗ്രഹമായി തീരണം. ഉള്ള ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണം. വീണ്ടും പ്രാർത്ഥിപ്പാൻ പരിശുദ്ധി ആത്മാവ് നമ്മെ ശക്തീകരിക്കണം. ആമെ ദൈവത്തിന് വചനം ചിന്തിപ്പാൻ സഹായിക്കണം. വിശേഷ മാതാവിന്റെ പിതാവിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ 6 മാസമായി തന്റെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഇവിടെ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. വരും ദിനങ്ങളിൽ തന്റെ കുഞ്ഞുങ്ങൾ മടങ്ങിപ്പോകുന്നു. മടക്കി യാത്രയിൽ, വാഹനങ്ങളിൽ, വഴികളിൽ, ആവശ്യങ്ങളിൽ അവരൊക്കെ ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ വലിയ പരിപാലനവും അവരോട് ഇരിപ്പാൻ നമുക്ക് ആത്മാർത്ഥമായി ഈ നല്ല സന്ധ്യയെങ്കിലും പ്രാർത്ഥിക്കാം. എല്ലാ നിലകളിലും ഈ നല്ല സന്ധ്യകളിൽ കൂടി വരവേറ്റവും അനുഗ്രഹമായി തീരട്ടെ. ദൈവനാമത്തിന് മഹത്വമായി തീരട്ടെ. ദൈവത്തിന്റെ നാമത്തിന് പുകഴ്ചയായി തീരട്ടെ. ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല സന്ധ്യകളിൽ ഭവനത്തെ തന്റെ കുഞ്ഞുങ്ങളെ ആമേ ഈ വൈകുന്നേരത്തെ കൂടി വരവിനെ ദൈവത്തിന്റെ ബാധപ്പെടുത്തിൽ ഏൽപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേ സ്തോത്രം. പ്രിയ ജസ്റ്റ് ബ്രദർ പ്രാർത്ഥിക്കും. കർത്താവ് നമ്മെ സഹായിക്കും. സ്തോത്രം 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 സ്തോത്രം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പാ ഹല്ലേലൂയ. അപ്പാ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയുടെ ആമദ്രായ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയുടെ കുഞ്ഞുങ്ങളാവുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വന്ന കർത്താവേ, എളിയ ഭവനത്തിൽ കടന്നു വന്ന കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകിയതോ ഓർത്ത് നന്ദി പറയുകയാണ്. കർത്താവേ, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം കർത്താവേ. ഈ രാത്രിയിൽ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഭവനത്തിൽ കൂടുന്നത് കർത്താവേ നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവേ നിന്റെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വൈദ്യങ്ങൾ ഒരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് ദേശത്തിന്റെ നടുവിൽ കർത്താവേ നിന്റെ മക്കളെ ഹല്ലേലൂയ മലമേശോഭിക്കുന്ന പട്ടണം പോലെ കർത്താവേ മാറമേശോഭിക്കുന്ന വിളക്കായിട്ട് കർത്താവേ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ഒരു കുടുംബമായി കർത്താവേ നിന്റെ മക്കളെ അവിടുന്ന് തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയായി ഹല്ലേലൂയ നിന്റെ മക്കളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കോട്ടേജ് മീറ്റിംഗ് കർത്താവേ, ഈ ആരാധന, ഈ പ്രാർത്ഥന മീറ്റിംഗ് കർത്താവേ നിന്റെ മക്കൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവിടെ ആക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. കടന്നു വന്ന ദൈവജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. ദൈവസനയിൽ കർത്താവേ ഞങ്ങൾ കടന്നു വന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ, സമാധാനകരമായി തീരുവാൻ, സൗഖ്യമായി തീരുവാൻ, വിടുതലായി തീരുവാൻ എന്റെ കർത്താവിടെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വാർത്തയോട് ദൈവം പറഞ്ഞതുപോലെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ അനുസരണരായ കർത്താവ് ഹല്ലേലൂയ. നീ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഹല്ലേലൂയ. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളെ അവൻ മുറിച്ചുകളെ. ഹല്ലേലൂയ. കായ്ക്കുന്ന അദ്ദേഹം ഫലം കായ്ക്കുന്ന ചെത്തി വെടുപ്പാക്കുമെങ്കിൽ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഇടത്ത് കർത്താവേ ഞങ്ങൾ ആക്കിയിരിക്കുന്ന ഭവന
ഭവനത്തിലാക്കിയിരിക്കുന്ന സഭയിൽ കർത്താവെ ദൈവരാജ്യത്തിന് വേണ്ടി അധികമായി ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ എന്റെ കർത്താവ് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആചരിക്കുന്നത് നട്ടിരിക്കുന്ന കർത്താവെ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു. ഇലവാടാത്തുമായ വൃക്ഷം പോലെ എന്നേക്ക് വിരിക്കത്തക്കോണം കർത്താവെ ദൈവനാമത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായി തീരുവാൻ ദൈവജനത്തെ അവിടുന്ന് ഒരുക്കിയെടുക്കാതെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. ഈ രാത്രിയിലെ കൂടിവരവ് കർത്താവെ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഞാൻ പറയുന്നു, അവരുടെ നാവുകളെ ബലപ്പെടുത്തണമേ കർത്താവെ. മോശയുടെ നാവിനോട് ദൈവം കൂടിയിരുന്നത് പോലെ കർത്താവെ ദാസന്മാരുടെ നാവിലൂടെ കൂടിയിരുന്ന കർത്താവെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സംഹാരം കടന്നു വന്നിരിക്കുന്ന കോട്ടകളെ കാത്തുകൊള്ളു എന്ന് പറഞ്ഞതുപോലെ കർത്താവെ യേശുവിന്റെ രക്തത്താൽ കർത്താവ് ഓരോ ഭവനങ്ങളെ നീ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രക്താടയാളമുള്ള സംഹാരങ്ങളുടെ കാലം മാറിപ്പോകുമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവെ നിന്റെ രക്തത്താൽ ഞങ്ങളെ മുദ്രയിപ്പിക്കാൻ നന്ദി പറയുന്നു കർത്താവെ. നീ വെള്ളത്തിൽ കൂടെ കടക്കും എന്നാൽ അവന്റെ മീതെ കവിയില്ല. നീങ്ങ കൂടി നടക്കുമെന്നാൽ നീ വെന്തു പോകുകയില്ല. അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കത്തില്ല. നാലുശ്വര ദൈവോദ്രഥ ഈ രാത്രി ഞങ്ങൾ ശരണപ്പെടുകയാണ്. ദൈവകൃപയെ ഞങ്ങളെ നിറയ്ക്കട്ടെ കർത്താവെ. അല്പസമയം തിരുസാനത്തിൽ ഞങ്ങൾ ഇരിക്കുന്നു കർത്താവെ. കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ നല്ല പിതാവേ. എല്ലാവരും നിന്നെ മറന്ന ഞാൻ നിന്നെ മറന്നിടുമോ? എല്ലാവരും നിന്നെ മറന്ന ഞാൻ നിന്നെ മറന്നിടുമോ? എന്റെ കാലത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധാരയിൽ എന്റെ കാലത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധാരയിൽ ആമേ കരുതുന്നവേ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ ആമേൻ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ ആമേൻ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ നല്ല ആമേ സന്ധ്യയെങ്കില് എളിയ ഭവനത്തില് പ്രിയാദ്യ സംഭവം കുടുംബത്തോട് ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയായി നമുക്കായിരിക്കാൻ ദൈവമായ കർത്താവ് നമുക്ക് അമ്മയെ കൃപ നൽകി. എല്ലാവരും അമ്മയെ സ്തോത്രം അന്നത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇന്നലെയായിരുന്നു നമ്മൾ പ്രാർത്ഥന അമ്മയെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാല് പലർക്കും വരാൻ അസൗകര്യം ഉള്ളത് കൊണ്ട് ജിപ്സ് നമ്മളോട് ചോദിച്ചപ്പം വളരെ സന്തോഷത്തോടെ ഇന്ന് വെക്കാം എന്ന് അമ്മയെ സമ്മതിച്ചു. അമ്മയെ വളരെ അനുഗ്രഹമായെന്ന് തോന്നുന്നു. എല്ലാവർക്കും വന്ന് സംബന്ധിപ്പാൻ കർത്താവ് അവസരത്തെ ഒരുക്കിയല്ലോ. നാം ഒരുമിച്ച് ഈ നല്ല സന്ധ്യയെങ്കിൽ എളിയ ഭവനത്തിലായിരിക്കുമ്പോ എന്റെ കുഞ്ഞുങ്ങൾക്ക് അത് ഏറ്റവും അനുഗ്രഹമായിട്ട് അമ്മയെ തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രാർത്ഥനകള് അമ്മയെ നമ്മുടെ ജീവിതത്തില് അമ്മയെ പിന്നോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അമ്മയെ ഓരോ ഭവനങ്ങളും ആർത്തിയോടെ അമ്മയെ പ്രാർത്ഥനകൾ വെച്ച് അനുഗ്രഹം അനുഭവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അമ്മയെ അതിന് വലിയ പ്രാധാന്യം കൊടുത്തൊരു കാലം ഉണ്ടായിരുന്നു. ദൈവമക്കൾ കടന്നു വരുമ്പോൾ വിശിഷ്യ അമ്മയെ സ്പെസിഫിക് ആയിട്ട് ആ കുടുംബത്തെയും അവരുടെ വിഷയങ്ങളെയും അവിടെയുള്ള പ്രിയപ്പെട്ടവരെ വഹിച്ച് അവൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും അതിന്റെ പിന്നിൽ ഉള്ള ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ചെയ്ത ഒത്തിരി അവൻ അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ പഴയ കാലങ്ങളിൽ അമ്മയെ പഴയ പിതാക്കന്മാർക്ക് പറയുവാനുണ്ട്. കാലങ്ങൾ കടന്നുപോയപ്പോൾ അതൊക്കെ റൂട്ടീനായിട്ട് മാറി. എന്നാൽ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സഭായോഗങ്ങളാണെങ്കിലും നമ്മുടെ കൂടിവരവുകളാണെങ്കിലും ഒരിക്കലും ഒരു പരിചയത്തിന്റെ കൂടിവരവോ ഒരു പരിചയത്തിന്റെ പ്രാർത്ഥനയോ ആവാതെ ഓരോ കൂടിവരവും അമ്മയെ പുതുമയുള്ളതും ഒരു പ്രത്യേക അനുഭവം ഉള്ളതായിരിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ നല്ല സന്ധ്യയെങ്കിലും പരിശുദ്ധ ആത്മാവ് നമ്മെ എല്ലാ നിലകളിലും
അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല സന്ധ്യയിൽ അല്പനേരം നമുക്ക് ദൈവവചനം ചിന്തിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുക. 108 സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്: നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ. ഞാൻ ഈ വാക്യം എനിക്ക് കിട്ടിയപ്പോ ഞാൻ ചിന്തിച്ച്, കഴിഞ്ഞൊരു ദിവസം നമ്മള് ചർച്ചിൽ പറഞ്ഞ 60-ാമത്തെ സങ്കീർത്തനത്തിൽ ഇതേ ഒരു വാക്യം നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ബൈബിളിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ഇങ്ങനെ സിമിലർ ആയിട്ടുള്ള ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. 65 തോന്നുന്നു ഇതേ വാക്യം നമുക്ക് അവിടെയും കാണുവാൻ തക്കവണ്ണം കഴിയും. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം അരുളണം. ദൈവ സന്നിധിയില് നമ്മളൊരു വിടുതൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മളൊരു മറുപടി ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ ദൈവസന്നിധി എന്തെങ്കിലും പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും അധികം നമ്മൾ ചിന്തിക്കേണ്ട വിഷയം നാമും ദൈവവുമായുള്ള നമ്മുടെ റിലേഷൻഷിപ്പാണ്. ദൈവത്തോട് ഏറ്റവും പ്രിയമുള്ളവരാണെങ്കിൽ സ്തോത്രം, നമ്മുടെ കണ്ണു നനയുമ്പോൾ സ്തോത്രം, ദൈവത്തിന് അത് അറിയുവാൻ തക്കവണ്ണം കഴിയും. പലപ്പോഴും പ്രാർത്ഥിച്ചു മടുക്കുന്നവരും ഉപവസിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുന്നവരുമാണ് നമ്മളൊക്കെ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുക, ദൈവത്തിന് പ്രിയനായിരിക്കുക. സ്തോത്രം, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. പ്രിയമായവര് പ്രാർത്ഥിക്കുമ്പോഴാണ് സ്തോത്രം ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുക. പ്രിയമായവര് കരയുമ്പോഴാണ് ദൈവത്തിന് ദുഃഖമുണ്ടാകുക. പ്രിയമുള്ളവർ ഉപവാസം പ്രഖ്യാപിക്കുമ്പോഴാണ് ദൈവം അവർക്ക് വേണ്ടി എഴുന്നേൽക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രിയനാകുക. സ്തോത്രം. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ അനേക വ്യക്തി ജീവിതങ്ങളെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവം പ്രിയരായി കണ്ട ഒത്തിരി വ്യക്തി ജീവിതങ്ങളെ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവം പറയുന്നൊരു ഭാഗമുണ്ട്. പഴയ നിയമത്തിലെ ചില വ്യക്തികളുടെ പേരെടുത്തിട്ട് പറയുന്നുണ്ട്, അവർ എന്റെ മുമ്പിൽ നിന്നാലും അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് 2-3 ഭാഗങ്ങളിൽ യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞു. നോഹ, ദാനിയേൽ, അങ്ങനെ ചില വ്യക്തി ജീവിതത്തിന്റെ പേര് പറയാ. അന്ന് അവർ എന്റെ മുമ്പിൽ നിന്നാലും സ്തോത്രം അവർ മാത്രമേ പ്രവർത്തികളാൽ രക്ഷപ്പെടുകയുള്ളൂ എന്ന് വെച്ചാൽ ദൈവം പറയാ പ്രിയമായവരവരൊക്കെ. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ അവരുടെ പേരുകൾ എടുത്ത് യെഹെസ്കേൽ പ്രവചനാത്മാവിലൂടെ രേഖപ്പെടുത്തിയിരിക്കുക, ദൈവത്തിന് പ്രിയരായവർ. ഹല്ലേലൂയ. ഈ തിരുവചന ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നാമത് പറയുന്നു, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടണം. ഒന്ന്, ദൈവത്തിന് പ്രിയമുള്ളവരാണെങ്കിൽ വിടുതൽ നമ്മുടെ അവകാശമാണ്. വിടുതൽ നമുക്ക് ഉറപ്പാണ്. ഹല്ലേലൂയ. യാതൊരു വിധത്തിലും ഭാരപ്പെടേണ്ട, വിടുതൽ നമുക്ക് ഉറപ്പായ കാര്യമാണ്. രണ്ട്, വിടുവിക്കപ്പെടേണ്ടതിന് സ്തോത്രം ദൈവത്തിന്റെ വലങ്കരം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? വെളിപ്പെടും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ മാനുഷികമാകുന്ന പല ഭാഗങ്ങളിലേക്ക് നോക്കിയിട്ടാണ് ആശ്വാസം കണ്ടെത്തുക. എന്നാൽ നാം ദൈവമുഖത്തേക്ക് നോക്കി നമ്മളൊരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ചാൽ സ്തോത്രം ആർക്കും തടുക്കുവാൻ കഴിയാത്ത ഒരു ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ലോകത്തെ ഒരു കരത്തിനും സഹായിപ്പാൻ കഴിയാത്ത അവസരങ്ങളിൽ സകലത്തെയും സ്തോത്രം നിവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. എത്രയോ നിസ്സഹായമായ അവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിച്ചവരാണ്. ഹല്ലേലൂയ. എത്രയോ പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ ആഞ്ഞടിച്ചിട്ട് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അത്ഭുതകരമായി ദൈവം നമ്മളെ വിടുവിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നല്ല സന്ധ്യയിൽ വചനം നമുക്ക് ഉറപ്പു തരികയാണ്, ദൈവത്തോട് പ്രിയരായിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഹല്ലേലൂയ. എങ്ങനെ ദൈവത്തോട് പ്രിയരായിരിക്കുക? ദൈവത്തോട് പ്രിയരായിരിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയാ? ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിശുദ്ധിയോടും വിശ്വസ്തയോടും ദൈവവാദമെടുത്ത് നമ്മൾ ആയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ബെന്യാമിനെ കുറിച്ച് മോശ പറയുന്ന ഒരു ഭാഗം നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ഒന്ന് വായിക്കാം. ബെന്യാമിനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ നിർഭയം വസിക്കും, താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു, അവന്റെ ഗിരികളുടെ മധ്യേ അധിവസിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന്, ആവർത്തന പുസ്തകത്തിൽ നമ്മൾ മോശയുടെ അനുഗ്രഹം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ സ്വന്തം പിതാവ്
ഈ 12 മക്കളെ പേര് പറഞ്ഞ് ആമേൻ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ ശരിക്കും ഒന്ന് സ്കാൻ ചെയ്ത് അനുഗ്രഹിക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ തക്കണം കഴിയും. കാരണം കഴിഞ്ഞ ദീർഘമായ വർഷങ്ങൾ തന്റെ മക്കളായി മുമ്പിൽ ജീവിച്ചവരാ രൂബേൻ, ശിമെയോൻ, ലേവി, യഹൂദ. ഇങ്ങനെ 12 മക്കൾ. അതുകൊണ്ട് യാക്കോബ് തന്റെ മരണസമയത്ത് മൊത്തത്തിലൊന്ന് വിലയിരുത്തിയിട്ട് ഇവരുടെ സ്വഭാവങ്ങളും കഴിഞ്ഞ നാളുകളുടെ പ്രവൃത്തികളും എല്ലാം ഒന്ന് വിലയിരുത്തിയിട്ട് യാക്കോബ് അനുഗ്രഹിക്കുന്ന ഒരു ഭാഗം നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്നാൽ ദൈവ പുരുഷനായ അല്ലെങ്കിൽ ദൈവദാസനായ അല്ലെങ്കിൽ ആത്മീക നേതൃത്വത്തിൽ ഇരുന്ന മോശ ആവർത്തന പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം നമ്മൾ വായിച്ച് 33-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അവിടെ എന്താ പറയുന്നത്? ബെന്യാമീനെ കുറിച്ച് അവൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? അവൻ യഹോവയ്ക്ക് പ്രിയൻ. ബെന്യാമീനെ കുറിച്ച് മോശ പറയുക, അവൻ ബെന്യാമീൻ ആർക്ക്? ദൈവത്തിന് പ്രിയനാണ്. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് ഈ സന്ധ്യ ദൈവസന്നിധിയിൽ ഇരുന്ന് നമുക്ക് പറയാൻ നമ്മൾ പലരെയും പ്രീതിപ്പെടുത്തുന്നവരാണ്, അല്ലേ? ലോകത്ത് നമ്മൾ പലരെയും പ്രീതിപ്പെടുത്താറുണ്ട്. അത് മാനുഷ്യ നിലയിൽ പലരും പറയും നമ്മളെ കുറിച്ച് വ്യത്യസ്തങ്ങളായ നിലയിൽ നമ്മളെ കുറിച്ച് എന്ത് പറയും? നല്ല അഭിപ്രായങ്ങൾ പറയും, നമുക്ക് പ്രിയപ്പെട്ടവരാ. പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, ഈ അഭിപ്രായങ്ങളൊക്കെ കാറ്റടിച്ചിങ്ങനെ പോകുന്ന പോലെ ഉള്ളൂ. ഇന്ന് പ്രിയം പറയുന്നവർ നാളെ എന്ത് ചെയ്യും? അത് തിരിച്ചു പറയും. എന്നാൽ ദൈവം നമ്മളെ കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാ വിഷയം. ബെന്യാമീനെ നോക്കിയിട്ട് മോശ ആത്മനിറവിൽ മരിക്കാൻ പോവുക, തന്റെ ശുശ്രൂഷ അവസാനിക്കുക. ആ ദൈവദാസൻ പറയുക, അപ്പനല്ല ദൈവഭൃത്യൻ പറയുക, ബെന്യാമീൻ യഹോവയ്ക്ക് പ്രിയൻ. യഹോവയ്ക്ക് പ്രിയനായാൽ സ്തോത്രം, അവന്റെ അവസ്ഥ വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. യഹോവയ്ക്ക് പ്രിയരായ ഭവനം ദൈവത്തിന്റെ മുമ്പിൽ വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. യഹോവയ്ക്ക് പ്രിയനായ ഒരു വ്യക്തിയും അപ്പുറത്ത് നിൽക്കുന്നവനും ഇപ്പുറത്ത് നിൽക്കുന്നവനും തമ്മിൽ ഒരു വ്യത്യാസം ദൈവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വചനം പറയുന്നത് ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും തമ്മിൽ ഒരു വ്യത്യാസം വെച്ചിട്ടുണ്ട്. അതങ്ങ് മിസ്രയീമിൽ വെച്ച് തുടങ്ങിയത്. ഹല്ലേലൂയ. സംഹാരകൻ കടന്നു വന്നപ്പോ ദൈവത്തിന് പ്രിയമുള്ളവരുടെ വീടിന്റെ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഒരു കുഞ്ഞാടിനെ അറുത്ത് രക്തം കൊണ്ട് ഒരു മുദ്ര പതിപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. ആ മുദ്ര അനുസരണത്തിന്റെ മുദ്രയാ. ആ മുദ്ര വിശ്വാസത്തിന്റെ മുദ്രയാ. പ്രിയമുള്ളവർക്ക് അനുസരണം വേണം, പ്രിയമുള്ളവർക്ക് വിശ്വാസം വേണം, പ്രിയമുള്ളവർക്ക് ദൈവത്തിൽ ആശ്രയം വേണം. അവർ ഒന്നും സംശയിച്ചില്ല. ഒരു കുഞ്ഞാടിനെ കൊണ്ട് അല്ലെങ്കിൽ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും രക്തമടയാളമായിരുന്ന അപ്പുറത്ത് നടക്കുന്നത് പോലെ എന്റെ പോലെ നടക്കത്തില്ല എന്നൊരു വിശ്വാസം. ഹല്ലേലൂയ. എന്ന ദൈവം പറഞ്ഞത് സംശയലേശമെങ്കിൽ അവർ അതുപോലെ ചെയ്തു. ഹല്ലേലൂയ. സംഹാരകൻ ഇറങ്ങി. ഹല്ലേലൂയ. ഓരോ ഭവനവും കയറി ഇറങ്ങി. അവന്റെ നോട്ടം ഒന്നു മാത്രം. ഹല്ലേലൂയ. യഹൂദനാണെന്ന് ഇസ്രായേലിന് തന്നെ നോക്കുന്നത്. അവൻ നോക്കുന്നത് അനുസരണമുള്ളവന്റെ വീടാണോ, പറഞ്ഞ കൽപ്പന പ്രകാരം അടയാളമുണ്ടോ എന്നുള്ളതാ ദൈവം നോക്കുന്നത്. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു സഭയിൽ ഒരു മെമ്പർഷിപ്പ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഒരു ഉപകാരവുമില്ല. നാട്ടുകാരെല്ലാം നമ്മളെ കുറിച്ച് കൈയടിച്ച് പാടുന്നവരാ, പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ ഒരു ഉപകാരവുമില്ല. നമ്മളെ സ്കാൻ ചെയ്യുന്ന, നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ നോക്കുന്നത് ലോകത്തിന്റെയോ സഭയുടെയോ പാസ്റ്ററുടെ സർട്ടിഫിക്കറ്റ് അല്ല. ദൈവം നോക്കുന്നത് ദൈവം പറഞ്ഞ മുദ്ര ഹൃദയത്തിന്റെ മേൽ പരിശുദ്ധയാത്മാവിൽ മുദ്രയിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ വ്യത്യസ്തന. മറ്റുള്ളവരിൽ നിന്ന് നീ വ്യത്യസ്തന, മറ്റു ഭവനങ്ങളിൽ നിന്ന് നീ വ്യത്യസ്തന. ഈ വ്യത്യാസം നമ്മൾ വെളിപ്പെടുത്തുവാനാണ് ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. ഈ വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യണം? വെളിപ്പെടണം. നമ്മിൽ വെളിപ്പെടണം, നമ്മുടെ ഭവനത്തിൽ വെളിപ്പെടണം, അപ്പുറത്തുള്ളവൻ പറയണം. ഇവിടെ വൈകിട്ട് ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നമ്മുടെ നടപ്പ്, നമ്മുടെ ജീവിതം അവൻ കണ്ടിട്ട് പറയണം, ഈ ഭവനം മറ്റുള്ള ഭവനം പോലെ അല്ല. ഹല്ലേലൂയ. ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് ബോധ്യപ്പെടണം. ഹല്ലേലൂയ. നിസാരപ്പെട്ട ഒരു കാര്യമല്ല. അതൊരു ദൈവത്തിന്റെ പ്രശംസ. അത് വ്യക്തി ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടണം. ഭവനങ്ങളുടെ മേലും അത് എന്ത് ചെയ്യണം? വെളിപ്പെടണം. വെളിപ്പെടുന്നുവെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് ഭാരപ്പെടുവാനല്ല, പ്രയാസം വരത്തില്ലെന്നല്ല, പ്രതികൂലം വരത്തില്ലെന്നല്ല, പക്ഷെ നീക്കുപോക്ക് തരുന്നൊരു ദൈവം, നീക്കുപോക്ക് നൽകുന്നൊരു ദൈവം ഇറങ്ങി. അതുകൊണ്ട് വരും നീതിമാന്റെ അനർത്ഥങ്ങൾ അർത്ഥം അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. വാക്യം വായിക്കാം. 33 സ്തോത്രം. അടുത്ത ഭാഗം വായിക്കും. 12 അടുത്ത വാക്യം.
അവൻ യഹോവയ്ക്ക് പ്രിയൻ. തൻ സന്നിധിയിൽ നിർഭയം വസിക്കും. 33:28 ഒന്ന് വായിച്ചേ. നോക്കണമേ. ഹല്ലേലൂയ. ആമേൻ. പ്രിയനായവൻ എന്ത് ചെയ്യും? തൻ സന്നിധിയിൽ നിർഭയം വസിക്കും. ഹല്ലേലൂയ. നമ്മളൊക്കെ അന്യദേശങ്ങളിലൊക്കെ പാർത്തവരാണ്, അന്യരാജ്യങ്ങളിൽ പാർത്തു. ഇപ്പൊ പാർക്കുന്ന അന്യരാജ്യത്ത് അല്ലേ? നമ്മളെ ഭയപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളില്ലേ? ഭയപ്പെടുന്നു. ഒരു നിയമങ്ങൾ പോലും മാറുമ്പോൾ ഭയപ്പെടുന്നില്ലേ? എന്നാ ദൈവത്തിന്റെ വചനം പറയുക, അല്ലെ, ദൈവത്തിന് പ്രിയരായിരുന്ന ആമേ നമ്മൾ വിചാരിക്കുന്ന പോലല്ല നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് ആമേ ബെന്യാമീൻ പ്രിയനായവൻ എന്ത് ചെയ്യും? നിർഭയനായിട്ട് വസിക്കും. അടുത്തൊരു വാക്യം കൊണ്ട് വായിക്കും, 27-ാമത്തെ വാക്യം. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞു. 35-27 വാക്യം വായിച്ചു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. മതി. ആമേ. 33-12 ആമേ അടുത്ത ഭാഗത്ത് വായിച്ച്. 1 യഹോവയ്ക്ക് അവൻ പ്രിയൻ, 2 തൻ സന്നിധി നിർഭയം വസിക്കും. അടുത്ത താനവനെ എല്ലായ്പ്പോഴും എന്ത് ചെയ്യും? മറയ്ക്കും. ഹല്ലേലൂയ. അതിന്റെ ആ വാക്യം പറഞ്ഞു 33-27 വാക്യം. എന്താ അവിടെ പറയുന്നത്? പുരാതനായ ദൈവമാണ് നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ആർക്കും ആമേ നമുക്ക് കാണാത്തൊരു കരുതൽ, ആർക്കും വെളിപ്പെടാത്തൊരു ദൈവപ്രവൃത്തി. ആമേ സ്തോത്രം. ദൈവം ആർക്ക് വെച്ചിട്ടുണ്ട്? പ്രിയനായവന് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ബെന്യാമീൻ ദൈവത്തിന് യഹോവയ്ക്ക് പ്രിയനാണെങ്കിൽ ആമേ ദൈവത്തിന്റെ വചനം പറയും നിർഭയനായിരിക്കും. അത് ലോകത്തെ സംഭവങ്ങളോ ചുറ്റുപാടുള്ള സംഭവങ്ങളോ അവരെ എന്ത് ചെയ്യത്തില്ല? ഭയപ്പെടുത്തത്തില്ല. പ്രിയമുള്ളവർ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ഒരു മനുഷ്യനെ തകർക്കുന്ന എന്താ അറിയാമോ? ഭയമാണ് നമ്മളെ തകർക്കുന്നത്. നമുക്കൊരു ബലഹീനത വന്നാൽ ആമേ അതിന് മുമ്പിൽ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിലൊരു വിശ്വാസവുമില്ല, ഡോക്ടർമാർ നമ്മളെ തള്ളിയെന്ന് കൂട്ടുക. ആമേ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഹല്ലേലൂയ. എന്നാൽ ആമേ ദൈവത്തിലുള്ള വിശ്വാസം, ഹല്ലേലൂയ, ആമേ ആ ഭയമില്ലാത്തൊരവസ്ഥ. ഈ കഴിഞ്ഞ ദിവസം അറിയപ്പെടുന്ന ദൈവദാസൻ ആമേ ലോകത്ത് മാറ്റപ്പെട്ടു. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും. ആമേ KO വർഗീസ് അറിയും. അദ്ദേഹം അറിയപ്പെടുന്നത് PC മാഷ് എന്നാണ്. PC മാഷ് മരിച്ചു. PC മാഷ് മീറ്റിംഗ് ഗൾഫിൽ വെച്ച് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുജൻ KO തോമസ് ഈ കഴിഞ്ഞ ദിവസം മരിച്ചപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് 93-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ഈ 93 വയസ്സ് വരെ മരുന്ന് കഴിച്ചിട്ടില്ല. അതിന് ഒരു പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചിട്ട് പുള്ളി മയങ്ങി വീണു. എല്ലാവരും എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടുപോയി. അപ്പൊ പുള്ളി പറഞ്ഞു സഭാകൾ കൊണ്ടാ പറഞ്ഞെന്നെ. സഭാഹാളി കൊണ്ടിട്ടു. ഞാൻ കഴിഞ്ഞ വായിച്ച ഒരു ചരിത്രമാണ്. സഭാഹാളി കൊണ്ടിട്ടപ്പോ നാട്ടുകാരെല്ലാം ഇളകി. പാമ്പ് കടിച്ചതിന് സഭാഹാളി കിടന്നിട്ട് പുള്ളി അവിടെ നിന്നിട്ട് ബോധം മറിയുന്നുണ്ട്, ഇടയ്ക്ക് ബോധം വരുന്നുണ്ട്. സംഭവം മേജർ കേസാ. ചുരുക്കം പറഞ്ഞാൽ നാട്ടുകാരെല്ലാം പഞ്ചായത്തിൽ അറിയിച്ചു. പഞ്ചായത്തും പോലീസും ഒക്കെ സഭാഹാളി വന്നു. ബലാത്കാരമായിട്ട് പുള്ളിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നെ തൊട്ടു പോരുത്, ഞാൻ മരുന്നെടുക്കത്തില്ല. ലാസ്റ്റിൽ അദ്ദേഹത്തിന് കണ്ടില്ലാതെ കൊണ്ടുപോകാൻ മടിച്ചിട്ട് അവരെന്ത് ചെയ്തു? അന്ന് ഔട്ടിട്ട് പോയി. 5-6 ദിവസം അവിടെ കടന്നു പുള്ളി. 6-ാം ദിവസം പുള്ളി എഴുന്നേറ്റു. അങ്ങനെ കുറെ സംഭവം. പുള്ളി സ്കൂൾ വാദ്യാരാ. കാല് കുപ്പിച്ചിലുകൊണ്ട് മുറിയേണ്ടി ചെയ്തു. പുള്ളി തുണി വെച്ച് കട്ടിക്കിടന്നു. പഴുത്തു. സെപ്റ്റിക്കായി. എന്നിട്ടും മരുന്നെടുത്തില്ല. തന്നെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യണമെന്നല്ല പറഞ്ഞേ. ഓരോ മനുഷ്യരുടെ ഉള്ളത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന വിശ്വാസം, അല്ലെങ്കിൽ അവരും ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ അനുകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾക്ക് ഇത്രയും പേരുണ്ട്. ഇത്രയും പേരെ ദൈവം സ്കാൻ ചെയ്യുമ്പോൾ നമ്മളൊക്കെ നിശ്ചിത അകലങ്ങളിലാണ് ദൈവത്തിലിരിക്കുന്നത്. വാസ്തവമാണ്. നമ്മളൊരു സഭയുടെ മെമ്പറായിരിക്കും, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരാ, നമ്മളൊക്കെ വിശ്വാസികളാണ്. പക്ഷെ ദൈവത്തിന്റെ സന്നിധി ദൈവം ഒരു മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊക്കെ നിശ്ചിത അകലത്തിൽ ഒരേ അകലത്തിലായിരിക്കത്തില്ല. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായോ? നമ്മളൊന്നും ഒരേ അകലത്തിലല്ല. ദൈവത്തിനറിയാൻ ഏറ്റവും പ്രിയമുള്ളവര് ആരാണ്, എത്ര അകലത്തിലായിരിക്കുന്നത്. ഈ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓരോ ദിവസം ദൈവം ദാനം ചെയ്യുമ്പോഴും, ഓരോ മാസം തരുമ്പോഴും, ഓരോ വർഷം തരുമ്പോഴും, നിത്യതയോട് നമ്മൾ അടുക്കും തോറും ഈ അകലം കുറഞ്ഞു വരണം. ദൈവത്തോട് നമ്മൾ അടുത്തു വരണം. അതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ ബെന്യാമീനെ കുറിച്ച് മോശ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അവൻ യഹോവയ്ക്ക് പ്രിയനാ. യഹോവയ്ക്ക് അവൻ പ്രിയനാണെങ്കിൽ ആമേൻ അവൻ നിർഭയത്വമുള്ളവനായിരിക്കും. അവൻ ഭയമില്ലാത്തവനായിരിക്കും. 2, യഹോവ എപ്പോഴും എന്ത് ചെയ്യും? അവനെ മറയ്ക്കും. അടുത്തത് ആമേൻ അവന്റെ ഗിരികളുടെ മധ്യേ അധിവസിക്കുന്ന. പുറപ്പാട് പുസ്തകം 28-9 വാക്യങ്ങളൊന്ന് വായിച്ച് പെട്ടെന്ന്.
അതുകൂടാതെ 2 ഗോമേതകക്കല്ലെടുത്ത് അവയിൽ ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തണം. അവരുടെ പേരുകളിൽ 6 ഒരു കല്ലിലും ശേഷങ്ങൾ 6 മറ്റേ കല്ലിലും അവരുടെ ജനനക്രമത്തിലായിരിക്കണം. നിർത്തണേ. ഇസ്രായേലിന്റെ മഹാപുരോഹിതന്റെ കുപ്പായത്തെ 2 ഗോമേതകക്കല്ല് വെക്കണം തോളത്ത്. ഇവിടെ 6 ഗോത്രങ്ങളുടെ പേര്, ഇവിടെ 6 ഗോത്രങ്ങളുടെ പേര്. പുരോഹിതനാരാ? ദൈവത്തിന്റെ പ്രതിപുരുഷന്. ആലയത്തിൽ ചെല്ലുമ്പോ 2 സൈഡിലായിട്ട് 12 ഗോത്രങ്ങളെ തോളിലേറ്റിക്കൊണ്ടായി പുരോഹിതൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാ പറഞ്ഞത് ഇതുപോലെ ജാതി വേറെ. ന്യായപ്രമാണം ലഭിച്ചു. ആമേൻ. യഹോവയുടെ മഹാപുരോഹിതൻ 2 തോളത്ത്, അതാ വിശേഷ വസ്ത്രം, പൗരോഹിത്യ വസ്ത്രം ധരിക്കുമ്പോ ഗോമേതക കല്ല് അവൻ 2 തോളിൽ പതിച്ചിരിക്കും. 6 ഗോത്രങ്ങളുടെ പേര് ഇവിടെ, 6 ഗോത്രങ്ങളുടെ പേര് ഇവിടെ. എന്നുവെച്ചാൽ ദൈവത്തിന്റെ തോളിൽ വഹിക്കുക. ദൈവത്തിന്റെ ജനം പ്രിയമുള്ളവരെ ദൈവം വഹിക്കുന്ന ദൈവത്തിന്റെ തോളിൽ. ദൈവത്തിന്റെ തോളിലാണെങ്കിൽ നമ്മൾ പുതിയ വായിക്കുമ്പോൾ കർത്താവ് നല്ല ഇടയിൽ ആടിനെ എടുത്ത് എന്ത് ചെയ്യും? ആ തോളിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. ആമേ സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്ന ദൈവത്തിന്റെ തോളിൽ, പുരോഹിതന്റെ തോളിൽ സെഷനായി 2 ഭാഗമായിട്ട് 6 ഗോത്രങ്ങളെ വഹിച്ചുകൊണ്ട് മഹാപുരോഹിതൻ ഇരിക്കുക. വർഷത്തിന്റെ ഒരിക്കൽ കൃപാസനത്തോട് അടുക്കുമ്പോ ഈ കുപ്പായമിട്ട് ഈ 12 ഗോത്രങ്ങളെ വഹിച്ചുകൊണ്ട് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന മഹാപുരോഹിതൻ 12 ഗോത്രങ്ങളുടെ തോളിലാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുക, അവൻ ഗിരികളുടെ മധ്യേ വസിക്കുന്നു. സൗമ്യയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു ഭാഗം വായിക്കാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. സൗമ്യയുടെ പുസ്തകം 2:26 പെട്ടെന്ന് 1 ശമൂവേൽ 2:26. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളരും. ഒന്ന് നിൽക്കണമേ. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്ക് മനുഷ്യർക്കും പ്രീതിയുള്ളവനായി അല്ലെങ്കിൽ പ്രിയമുള്ളവനായി തീർന്നു. നമ്മൾ വളരും തോറും നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ പറയുന്നേ ചെറുപ്പത്തിൽ വല്ല കുഴപ്പം വളർന്നു വന്നപ്പോ പ്രശ്നമാണ്. ഇവിടെ നമ്മൾ വായിക്കണം എന്താ? ശമൂവേൽ ബാലനോ വളരും തോറും. ശമൂവേൽ വളർന്ന എവിടാന്നറിയാമല്ലോ. എവിടാ? സ്വന്തം വീട്ടിലല്ല, ആലയത്തിൽ. ആലയത്തിൽ ശമൂവേലിന്റെ വീട്ടില. ശമൂവേലും കുടുംബം ഉണ്ട് അവിടെ. പാഷനെ പുള്ളി വളർന്നത് നമുക്ക് ഏലി. അപ്പൊ ചുരുക്കം പറഞ്ഞ അവിടെ സംഭവങ്ങളൊക്കെ 1-ാം തീയതി വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യാതൊരു വിധത്തിലും വളരാനുള്ള സാധ്യത ഇല്ലാത്ത ഇടമാ. പക്ഷെങ്കിൽ സാധ്യത ഇല്ലാത്തിടത്ത് ഇവൻ വളർന്നു. യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനാണ്. കാരണം എന്തറിയാമോ? അവന്റെ അമ്മ ദൈവത്തിന് പ്രിയമുള്ളവളായിരുന്നു. ഹല്ലേലൂയ. അവന്റെ അമ്മ യഹോവയ്ക്ക് പ്രിയമുള്ളവരായിരുന്നു. കാരണം ദൈവശബ്ദം നിലച്ച സ്ഥാനത്ത്, ദൈവശബ്ദം കേൾക്കാൻ പറ്റാത്ത കാലത്ത് അവൾ പ്രാർത്ഥിച്ചതും കരഞ്ഞതും കേവലം ഒരു കുഞ്ഞിനു വേണ്ടിയല്ല, മറിച്ച് ഒരു ദൈവശബ്ദം ദേശത്ത് വെളിപ്പെടുവാൻ ഒരുവനെ ഞാൻ ദൈവത്തിന് ദാനം തരാം, എനിക്ക് തന്നാൽ. ഹല്ലേലൂയ. ദാനം ഇല്ലാഞ്ഞിട്ടല്ല, ഏലിക്ക് മക്കൾ ഇല്ലാഞ്ഞിട്ടല്ല. ഏലിക്ക് ശേഷം ദൈവശബ്ദമായി ദൈവത്തിന്റെ പുറകിൽ നിൽക്കേണ്ടവർ ദൈവസന്നിധിയിൽ അവിശ്വസ്തരായപ്പോ ഒരു സ്ത്രീ ന്യായപ്രമാണം നിമിത്തം എരിവുള്ളവരായി, യഹോവ നിമിത്തം എരിവുള്ളവളായി അവൾ ദൈവസന്നിധി കരയുക. എന്തിന്? ദൈവശബ്ദം ദേശത്ത് കേൾക്കണം. ഈ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരണം. ഹല്ലേലൂയ. അവൾ കരഞ്ഞു. ദൈവക്ക് മറുപടി കൊടുത്തു. ആ പൈതലിനെ അവൾ എന്ത് ചെയ്തു? ആലയത്തിൽ കൊണ്ടുകൊടുത്തു. ആലയത്തിൽ കൊണ്ടുകൊടുക്കുമ്പോൾ ഉള്ളും പറക്കാരെയുമ വളർന്നു പുറത്തു വരുവാൻ വലിയ ബുദ്ധിമുട്ടാ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെ ഒരു കുഞ്ഞിനെ ഒരു പാസ്റ്ററെ കിട്ടിക്കൊണ്ട് പാസ്റ്ററേക്ക് കൊണ്ട് കൊടുത്തു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൊണ്ട് കൊടുക്കുവോ? നമ്മളെന്താ പറയുന്നത്? അങ്ങേരും പോക്ക, അങ്ങേരെ മക്കളും പോക്ക, സമയം പോക്ക. പിന്നെ അങ്ങോട്ട് കൊണ്ട് കൊടുത്ത മക്കളും പോക്ക. നമ്മളങ്ങനെ പറയാം. പക്ഷെ ഹന്ന പറയും, ഞാൻ കൊടുത്തത് ഏലിക്കല്ല, ഞാൻ കൊടുത്തത് ദൈവത്തിനാണ്. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? നിർഭയം. ഹല്ലേലൂയ. ഹന്നയ്ക്ക് ഭയമില്ല. ഹന്ന പറയുക, എന്റെ മകനെ ദൈവത്തോട് ചോദിച്ച് ഞാൻ വാങ്ങിച്ചെങ്കിൽ എനിക്ക് ഭയമില്ല. ഏത് ഉദ്ദേശത്തിന് വേണ്ടി ദൈവം എനിക്ക് തന്നോ ആ ഉദ്ദേശം അവന്റെ മേൽ നിവൃത്തിയാകും. അവൻ നിർഭയത്വത്തോടെ അവിടേക്ക് വിട്ടു. ശൗമേന്റെ മക്കളെ കണ്ടല്ലേ ഹന്നായ നിന്റെ മകൻ വളരുക? അല്ലല്ല, ദൈവശബ്ദം കേട്ടവൻ വളരും. ഹല്ലേലൂയ. ശൗമേന്റെ മക്കളെ കണ്ടല്ല, രാത്രിയുടെ യാമങ്ങളിൽ അവന്റെ ദൈവം അവനോട് സംസാരിക്കും. അതും പേർ ചൊല്ലി. ഞാൻ വിശ്വസിക്കുക, ആ അമ്മയുടെ
ആമേൻ ഡിസ്റ്റൻസ് ദൈവമായിട്ടുള്ള വളരെ അടുത്തായിരുന്നു, വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അവൾ കരഞ്ഞത്. ഹല്ലേലൂയ. നമുക്കറിയാമോ, ശൗമേൽ പ്രവാചക ശുശ്രൂഷ തുടങ്ങി ഇന്നുവരെ ഇസ്രായേൽ കാണാത്തൊരു പ്രവാചകനാണ്. കാരണം അറിയാം, എവിടെങ്കിലും വന്നാൽ ജനം വിറയ്ക്കും. അങ്ങനെയല്ലേ വായിക്കുന്നേ? ആമേൻ. വളരെ താഴ്മയോടെ ആമേൻ ചോദിക്കും, പ്രവാചക, ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ വന്നതിന് ശുഭമാണോ അതോ വേറെ വല്ലതും ആണോ? കാരണം ഭയമാ. വായിൽ നിന്ന് വരുന്നത് ദൈവശബ്ദമാണ്. ദൈവം എപ്രകാരം പറയുന്നു അതുപോലെ ജനത്തിന് ഫീലാവുന്നത്. ആമേൻ. അവൻ പറയുന്നു അതുപോലെ ശക്തമായിരുന്നു. അവനെ കാണുമ്പോൾ ജനം ഭയപ്പെടുകയായിരുന്നു. നമുക്കറിയാമോ, ശൗമേല് പ്രവചന ശുശ്രൂഷ അല്ലെങ്കിൽ ശുശ്രൂഷ ആരംഭിക്കുന്നത് അറിയാമോ? ദാൻ മുതൽ ബർശേബ വരെ. എന്തുകൊണ്ടാ ദാൻ മുതൽ ബർശേബ വരെ എന്ന് പറയാൻ കാരണം? അല്ലെങ്കിൽ പലരും ആമേൻ ശുശ്രൂഷിച്ച് ആമേൻ ദാൻ ദേശത്ത് വന്നവൻ നിന്നു. ആമേൻ ഏലിയും ശുശ്രൂഷിച്ചു. ആമേൻ അറിയണേ, ഉൽപ്പത്തി പുസ്തകം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 17 വാക്യം ഒന്ന് വായിച്ച്. അത് വായിച്ചോ. ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവുമാകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും. പുറത്ത് കയറിയവൻ മലർന്നു വീഴും. അമ്മേ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ എന്ത് വായിക്കുന്നേ? ദാൻ വഴിയിൽ ഒരു പാമ്പ്, പിന്നെയോ പാതയിലൊരു സർപ്പവുമാകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും. പുറത്ത് കയറി എന്ത് ചെയ്യും? എത്ര വലിയ ശുശ്രൂഷയുടെ വന്നാലും ദാനി വരുമ്പോ എന്ത് ചെയ്യും? തീരും. ഹല്ലേലൂയ. പ്രിയമുള്ളവൻ, അഭിഷേകമുള്ളവൻ, വിളിയുള്ളവൻ. അവൻ പറയും, ഇവിടുന്ന് ഞാൻ തുടങ്ങും. ഹല്ലേലൂയ. പൂർത്തീകരിക്കാൻ കഴിയാഞ്ഞത് ഞാൻ പൂർത്തീകരിക്കും. ഹല്ലേലൂയ. ആമേൻ. ശൗമേൽ പറയുക, ആമേൻ, ദാൻ മുതൽ എനിക്കൊരു ശുശ്രൂഷയുണ്ട്. എവിടെ വരെയാണെന്നറിയാമോ? ബർശേബ വരെ. ഇതിനിടയ്ക്ക് ഒരുവരെന്നെ തടുക്കാൻ കഴിയത്തില്ല, ഒരുവരെന്നെ പിടിക്കാൻ കഴിയത്തില്ല. കാരണം ദാൻ മുതൽ ബർശേബ വരെ ആമേൻ ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും. അവിടെ വരെ എന്റെ ശുശ്രൂഷ. ആമേൻ. ചരിത്രം പറയാം, ദാൻ മുതൽ ബർശേബ വരെ. ആമേൻ. ഹല്ലേലൂയ. പ്രിയനായവൻ, യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയായവൻ അവൻ ശുശ്രൂഷിച്ചു. അവന്റെ ശുശ്രൂഷ കാലയളവിൽ ആമേൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. ആമേൻ ഇരുളടഞ്ഞ അനുഭവത്തിൽ ജനം പുറത്തു വന്നു. ദൈവഭയം ജനത്തിന്റെ മേൽ വീണു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടത്. ദൈവം നമ്മളെ കുറിച്ച് ആമേൻ ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ ആമേൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാ. കർത്താവേ, എനിക്ക് ആ കൃപ ഈ കൃപ ഒക്കെ തന്നിരുന്നെങ്കിൽ ആമേൻ വചനം പറയുക, ആ കൃപയും ഈ കൃപയും അവിടെ നിൽക്കട്ടെ. ആദ്യം പ്രിയമായി തീരണം. ഹല്ലേലൂയ. പ്രിയമായി തീർന്നാൽ ദാൻ മുതൽ നിനക്കൊരു ശുശ്രൂഷയുണ്ട്. പലരും ചെയ്യുവാൻ കഴിയാത്തൊരു ശുശ്രൂഷ, പലരും നിർത്തിയൊരു ശുശ്രൂഷ അവൻ ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശുശ്രൂഷയെ വന്നവൻ അവന്റെ വാഹനത്തെയും അവന്റെ കുതിരയെയും കുതിരപ്പുറത്തിരുന്നവനെയും തകർത്തിട്ട് വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ ആമേൻ അഭിഷേകത്തോടെ ശൗമേൽ പറയാ, ഞാൻ ഇവിടെ നിന്ന് ശുശ്രൂഷ തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് പ്രിയനായവൻ. ദൈവത്തിന് പ്രിയനായെങ്കിൽ എന്നെ തൊടുന്നവൻ ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെ. അല്ലെ, പ്രിയനായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭാരപ്പെടണ്ട. നമുക്കെതിരെ പ്രവർത്തിക്കുന്നില്ല ദൈവത്തിനെതിരെ. ഹല്ലേലൂയ. നമുക്കെതിരെ ആമേൻ വരുന്ന തീയമ്പുകൾ ആമേൻ നമുക്കെതിരെ നമുക്ക് തോന്നത്തില്ല, അത് ദൈവത്തിനെതിരെയാ. ആമേൻ ദൈവത്തിന് പ്രിയനായി നിന്നാ മതി, ദൈവം നമുക്ക് വേണ്ടി ഇടപെട്ടോളാം. അതുകൊണ്ടാണ് പ്രവാചകൻ സഭയെ യാതൊരു ഭയവുമില്ലാതെ ആമേൻ ഭവനത്തിൽ വിശ്രമിക്കുമ്പോ ആമേൻ ബാല്യക്കാരൻ നോക്കുമ്പോ ആമേൻ ചുറ്റോട് ചുറ്റും ആരാം സൈന്യം പാളയമറിയിരിക്കുക. പ്രവാചകൻ പറയുക, ഞാൻ വെറും ഒരു പ്രവാചകനല്ല, സത്യദൈവത്തിന്റെ പ്രവാചകൻ. എന്നെ സൂക്ഷിക്കേണ്ടത്, എന്റെ ശുശ്രൂഷയെ സൂക്ഷിക്കേണ്ടത്, എന്നുവരെ ശുശ്രൂഷകൾ തീരുമാനിക്കേണ്ടത് ആമേൻ ദൈവമാ. അതുകൊണ്ട് വേണമെങ്കിൽ ആ സൈന്യത്തെ ഇറക്കി. ആമേൻ. ബാല്യക്കാരനെ കാണാൻ കഴിഞ്ഞില്ല. പ്രിയ ദൈവമക്കളെ, എനിക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടത്. ഹല്ലേലൂയ. 108 സങ്കീർത്തനത്തിന്റെ ആമേൻ സ്തോത്രം 6-ാമത്തെ വാക്യം, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരവാണ്. ഈ നല്ല സന്ധ്യയ്ക്ക് സമയം ദീർഘിപ്പിക്കുന്നില്ല. ആമേൻ. നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ സഭ, വ്യക്തിപരമായ നമ്മുടെ ജീവിതം ഹല്ലേലൂയ ദൈവത്തിന് പ്രിയമായി തീരട്ടെ. അതിനായി വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയാം, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തെ ദൈവത്തിന് സമർപ്പിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാം. വളർന്നു വരുവാൻ സാഹചര്യമില്ലെന്ന് പറഞ്ഞ് മുട്ടാത്തർക്കം പറഞ്ഞ് നിൽക്കണ്ട.
ദൈവം ആമേൻ സ്തോത്രം നീ സമർപ്പിച്ച ആമേൻ ഹല്ലേലൂയ പുറത്തു കൊണ്ടുവരുന്നവനാ ദൈവം. ആമേൻ ആർക്കും ഒതുക്കുവാൻ കഴിയാതെ വണ്ണം ആമേൻ ദാൻ മുതൽ ബർശേവ വരെ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ പ്രവാചകനായി ആമേൻ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. ആമേൻ ഏലിയുടെ വീട്ടിലെ സാഹചര്യം നീ നോക്കി ആമേൻ നീ നിരാശപ്പെടണ്ട. ഹല്ലേലൂയ ദൈവത്തിന് പ്രിയനായിരുന്നാൽ മതി. ആമേൻ ശൗമേൻ ഒന്നാമത് ചെയ്തത് അവൻ വളരും തോറും യഹോവയ്ക്ക് ആമേൻ മനുഷ്യർക്ക് അവൻ പ്രീതിയുള്ളവനായി തീർന്നു. അങ്ങനെ ദൈവത്തിന് പ്രീതിയുള്ളവനാണെങ്കിൽ ആരും പ്രവചിക്കാത്ത ഒരു പ്രവചനം, ആരും ചെയ്യാത്തൊരു ദൈവിക ശുശ്രൂഷ അവൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെക്കും. ഹല്ലേലൂയ അവന്റെ കരങ്ങളിൽ നമ്മെ വഹിക്കും, അവന്റെ ചിറകുകളിൽ നമ്മളെ മറയ്ക്കും. ആമേൻ അവൻ നമ്മളെ ഹല്ലേലൂയ അവന്റെ ഗിരികളിൽ അവൻ നിൽക്കുമാറാക്കും. ആമേൻ ഇസ്രായേൽ ഗോത്രത്തിന്റെ ആമേൻ 12 പേരുകളും ഇസ്രായേലിന്റെ മഹാപുരോഹിതന്റെ തോളിൽ വഹിച്ചിരിക്കുന്നത് പോലെ ആമേൻ നമ്മെ വഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഈ രാത്രികാലം നമ്മുടെ ഭവനങ്ങളെ, നമ്മുടെ സഭയെ, നമ്മെ വ്യക്തിപരമായി ആമേൻ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധികൾ ആമേൻ നിന്നുകൊണ്ട് ആമേൻ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി ഞാൻ എത്രത്തോളം ദൈവത്തിന് പ്രിയനാണ്, എത്രത്തോളം എന്റെ കുടുംബം ദൈവത്തിന് പ്രിയനാ, എത്രത്തോളം ഹല്ലേലൂയ എന്റെ ഭവനം ദൈവത്തിന് പ്രിയമാ, ദൈവത്തിന്റെ കൽപ്പനകൾക്കായി ദൈവത്തിന്റെ വചനത്തിനായി എത്രത്തോളം ആമേൻ ഞാൻ നിൽക്കുന്നു, അത്രത്തോളം ഞാൻ ദൈവത്തിന് പ്രിയനാ. ഹല്ലേലൂയ ദൈവം അതാണ് നോക്കുന്നവൻ. അത് കഴിഞ്ഞിട്ട് മതി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ. ആദ്യത്തെ ആഗ്രഹം ദൈവത്തിന് പ്രിയനായി തീരുക. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ആമേൻ ഇങ്ങനെ ശിഷ്യന്മാർ ഒന്ന് പറയുന്നുണ്ട്, ഗുരോ നിനക്ക് പ്രിയനായവൻ അതിൽ ദീനമായി കിടക്കുന്നു. ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ. വളരെ വിദൂരത്താ കർത്താവ്, എന്നാൽ അവിടെ നിന്ന് ആമേൻ സ്തോത്രം കർത്താവ് തിരിഞ്ഞു. ഹല്ലേലൂയ അന്നു മുതൽ അവന്റെ ചിന്ത ആമേൻ എന്ന് എപ്പോൾ ആമേൻ ഹല്ലേലൂയ ഏതു സമയം ലാസന്റെ ഭവനത്തിൽ എത്തിച്ചേരണമെന്നും തീരുമാനിച്ചു. പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടത് ദൈവത്തിന്റെ ഹിതമാണ്. ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോ ആമേൻ ഹല്ലേലൂയ ഒത്തിരി പേര് ആ കാലഘട്ടത്തിൽ മരിച്ചിട്ടുണ്ട്. ഒരു ലാസറൊന്നുമല്ല മരിച്ചേക്കുന്നത്, ആ നയിലെ വിധവയുടെ മകനൊന്നുമല്ല മരിച്ചേക്കുന്നത്, അതിന് അപ്പുറം മരിച്ചിട്ടുണ്ട്. ഗോപുരം വീണ് മരിച്ചുള്ള കാര്യം കർത്താവ് തന്നെ പറയുന്നുണ്ട്. അവരെ ആരെയും കർത്താവ് ഉയർപ്പിച്ചിട്ടില്ല. ഈ ദൈവമക്കളെ അത്ഭുതങ്ങളെ നമ്മൾ അവിശ്വസിക്കരുത്. അവിടെ നടന്നില്ലല്ലോ ഇവിടെ നടക്കത്തില്ലെന്ന് പറയരുത്. അവിടെ നടന്നില്ല എന്റെ ഭവനത്തിൽ നടക്കും. ഹല്ലേലൂയ അവൻ വിടുവിച്ചില്ല, അവൻ വിടുവിക്കപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ വിടുവിക്കപ്പെടത്തില്ല എന്ന് വിചാരിച്ച് ഭയപ്പെടരുത്. ആമേൻ ഹല്ലേലൂയ കർത്താവ് പറയുക ഗോപുരം വീണ് മരിച്ചുള്ള കിടക്കുന്നുണ്ട്, പക്ഷെങ്കിൽ പ്രിയമായവൻ അവൻ മരിച്ചാൽ ആമേൻ അവനെ പുറത്തു കൊണ്ടുവരേണ്ടത് ആമേൻ എന്റെ കടമയാ. ഹല്ലേലൂയ അവനെ വെച്ചത് ഇവിടെ, അവനെ വെച്ചത് അവിടെ. ഹല്ലേലൂയ നീ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. 4 നാളായാലും നാറ്റം വമിച്ചാലും ആമേൻ കർത്താവിന് വിഷയമല്ല. ആമേൻ ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ പുറത്തു വരും. ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ പ്രിയനായിരിക്കുക. സാഹചര്യങ്ങൾ ആമേൻ നഷ്ടപ്പെട്ടാലും അവസരങ്ങളും നീങ്ങിപ്പോയാലും ആമേൻ വിടുവിക്കുന്നവൻ ഭവനത്തിൽ വന്നാൽ ആമേൻ നഷ്ടപ്പെട്ടത് മടക്കി തരും. ഹല്ലേലൂയ നഷ്ടപ്പെട്ടത് മടക്കി തരും. അത് ദിവസങ്ങളായിക്കൊള്ളട്ടെ, മാസങ്ങളായിക്കൊള്ളട്ടെ, വർഷങ്ങളായിക്കൊള്ളട്ടെ, നന്മയായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ അത് മടക്കി തരുന്നൊരു ദൈവം. ആമേൻ പ്രിയനായിരുന്നാൽ മാത്രം മതി, പ്രിയനായിരുന്നാൽ മാത്രം മതി. ആമേൻ ഈ നല്ല രാത്രികാലം ആമേൻ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ നിനക്ക് പ്രിയനായിരിക്കുവാൻ തക്കവണ്ണം എന്റെ ഹൃദയത്തെയും എന്റെ ഭവനത്തെയും എന്റെ കുടുംബത്തെയും എന്റെ സഭയെ കർത്താവേ ദൈവം ഒരുക്കണമേ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. 4 നാളായാലും നാറ്റം വാദിച്ചാലും കല്ലറ മുമ്പിൽ കർത്തൻ വരും. 4 നാളായാലും നാറ്റം വാദിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടും. ആമേൻ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്നവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്നവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ രണ്ടാകുന്നു. തുടർന്ന് പ്രിയ ജിപ്സം ആശയം
നമുക്ക് സാക്ഷ്യം കൊണ്ട് പറയാൻ പ്രാർത്ഥിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നല്ല സന്ധ്യാസമയം ദൈവസഭയോടൊത്ത് പ്രാർത്ഥനയിൽ പങ്കാളിയാവുവാൻ ദൈവം അതിന് കുടുംബമായിട്ട് ഒരവസരം കൂടെ തന്നു. ഞാനിങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ വർഷം ഇതേ മാസം 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൽ ഞങ്ങള് ലോകത്തിൽ നിന്നും മാറ്റപ്പെടേണ്ടതായിരുന്നു. എന്നാൽ ശത്രു ദോഷത്തിനായി വഴിയൊരുക്കിയെങ്കിലും അതിനപ്പുറം ദൈവം വലിയ ഒരു നന്മയ്ക്കായിട്ട് അത് തീർത്തു. പ്രതികൂലങ്ങള്, പ്രതിസന്ധികൾ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ വരത്തില്ലെന്നല്ല, നമ്മൾ അപകടങ്ങളോ അനർത്ഥങ്ങളോ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ലെന്നല്ല, ഭാരങ്ങളോ ദുഃഖങ്ങളോ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ലെന്നല്ല. പക്ഷെങ്കിൽ അനുഭവത്തിൽ നിന്നും ദൈവം പഠിപ്പിച്ചൊരു കാര്യം, അതിനൊക്കെ അപ്പുറത്ത് ദൈവം നമ്മളെ ദൈവം കരുതുന്നു, ദൈവം നമ്മളെ അറിയുന്നു, ദൈവം നമ്മളെ ഓർക്കുന്ന ദൈവം. അതിനൊക്കെ അപ്പുറത്ത് ദൈവം നമ്മളെ ഓർത്ത് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പ്രത്യേകം ഇന്ന് കടന്നു വന്ന പ്രിയ ദേവദാസന്മാർക്കും സഭയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ദൈവനാമത്തിലുള്ള നന്ദി ആദ്യമേ അറിയിക്കുന്നു. ഇത്രത്തോളം കഴിഞ്ഞ ആന്ത്രത യോഗത്തിന് ലഭിച്ച വാക്യം പോലെ 2 ശമൂവേൽ 7:28 പ്രിയ വാക്യത്തിൽ പറയുന്ന പോലെ, കർത്താവായ യഹോവേ, നീ തന്നെ ദൈവം, നിന്റെ വചനങ്ങൾ സത്യമാകുന്നു, അടിയൻ ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തു മരിക്കുന്നു. ആകയാൽ അടിയന്റെ ഗ്രഹം തിരുമുമ്പിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവായ യഹോവേ, നീ എങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ യാതൊന്നും ജീവിതത്തിൽ ലഭിക്കത്തില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം പൂജ്യമാണ്, വെറും അതിനൊന്നും ഒരു അർത്ഥം ഉണ്ടാകുകയില്ല. അതിനാല് ഇന്ന് കേട്ട വചനം പോലെ ദൈവത്തിന് പ്രിയനായിരിക്കുവാൻ തക്കവണ്ണം അടിയനെ കുടുംബമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ദൈവം പറയുന്നത് അനുസരിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുവാൻ തക്കവണ്ണം അടിയനെ കുടുംബമായി താഴ്ത്തി സമർപ്പിക്കുന്നു. കഴിഞ്ഞ 6 മാസക്കാലം പ്രിയ മാതാപിതാക്കളും അടികളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. അവര് നാളെ യാത്രയാകുന്നു. അവളെ യാത്രയെ ഓർത്ത് നിങ്ങളെ പ്രാർത്ഥിക്കണം. നാളെ കടന്നുപോയി അവര് സന്തോഷത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം, ആരോഗ്യത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമെന്നായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ അടിയന്റെ മാതാവും ഭവനത്തില് അല്പമായ പ്രയാസങ്ങളായിരിക്കുന്നു. ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നു. നിങ്ങളുടെ ഓർത്തിലെ പ്രാർത്ഥന മമ്മിയുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. തുടർന്ന് നിങ്ങൾ മമ്മി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പാടിയ പാട്ട് പോലെ ഭൂലോകമെങ്ങും ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവാനെന്ന ദൈവത്തിന്റെ കൽപ്പന പോലെ ദേഹവും ദേഹിയും എല്ലാം ഒന്നായിട്ട് ദൈവനാമത്തിന് വേണ്ടി ഓടുവാൻ തക്കവണ്ണം വീണ്ടും നിങ്ങളെ കുടുംബമായി താഴ്ത്തി സമർപ്പിക്കുന്നു. അതിനായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് കൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന ഒരിക്കൽ കൂടി ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ടു. മനമേ നടത്തിയ വിധങ്ങളിലോർത്ത് നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളിലോർത്ത് ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. മഹത്വമുണ്ടാകട്ടെ. ഈ ഭവനത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥന നടത്തുവാൻ ദൈവം സഹായിച്ചു. അതിനുവേണ്ടി പ്രാർത്ഥനയിലേക്ക് കടന്നു വന്ന ദേവദാസ കുടുംബത്തിനോടും സഭയിലെ എല്ലാ ദൈവമക്കളോടും നന്ദി അറിയിക്കുന്നു. അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങളിന്ന് ഞങ്ങളുടെ ലൈഫ് ഒന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ 1 വർഷമായി ആക്സിഡന്റ് ആയിട്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ദൈവം എത്ര അത്ഭുതമായിട്ട് ഞങ്ങൾ ഓരോരുത്തരും, ഞങ്ങളെ കുടുംബമായി പ്രത്യേകിച്ച് ദൈവം ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾ അറിയുന്നു. എന്റെ കയ്യിൽ സർജറിയുടെ സ്കാർ മാർക്കുണ്ട്. അപ്പം എന്റെ കൂടെയുള്ള ജോലി ചെയ്യുന്നവരൊക്കെ ചോദിക്കുമോ ദാറ്റ് ലുക്സ് ലൈക്ക് എ നാസ്റ്റി സ്കാർ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഫോർ യു ഇറ്റ് ലുക്സ് ലൈക്ക് എ നാസ്റ്റി സ്കാർ, ബട്ട് ഫോർ മീ ഇറ്റ് ഈസ് എ സൈൻ ദാറ്റ് ഗോഡ് ലവ്സ് മീ. എത്ര അത്ഭുതമായിട്ട് ഓരോരുത്തരെ വഴി നടത്തുന്നത് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല.
എല്ലാ വഴികളും എല്ലാ കർത്താവിന് മാത്രം ഒരിക്കൽ കൂടെ ഇന്നത്തെ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ദൈവത്തിന് പ്രിയമുള്ളവരായി ജീവിക്കുവാൻ പൂർവ്വമായി ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പപ്പായും മമ്മിയും നാളെ വെളുപ്പിനെ ബാംഗ്ലൂരിലോട്ട് കടന്നു പോകുന്നു. യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ മമ്മി നാട്ടിലെ മമ്മിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം. തുടർന്നും കുടുംബമായി ഞങ്ങൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കലും സാക്ഷിക്കുന്നു. നമുക്കെല്ലാവരും ദിവസം എഴുന്നേക്കാൻ നമുക്ക് പ്രിയ അച്ഛനെ അമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജിപ്സിനെ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ മാതാപിതാക്കൾ കഴിഞ്ഞ 6 മാസക്കാലമായി ഇവിടെ ആയിരുന്നു. ആമേ തന്റെ പിന്നോടൊപ്പം ആമേ സ്തോത്രമായിരുപ്പാൻ കർത്താവ് കൃപ ചെയ്തു. സന്തോഷത്തോടെ ആമേ നാളെ പ്രഭാതത്തിൽ നിന്ന് കടന്നു പോകുന്നു. ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും കർത്താവ് തന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകി വീണ്ടും ആദരിക്കായി ഓർത്ത് പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് വീണ്ടും സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ആമേ 1 വർഷത്തിന് പിൻപിൽ അത്ഭുതകരമായ ദൈവത്തിന്റെ കരുതൽ അനുഭവിപ്പാൻ ആമേ പ്രാണനോട് വെല്ലുവിളിച്ചപ്പോ വിട്ടുകൊടുക്കാതെ വിടുവിച്ച് ജീവനോടെ നിലനിർത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കുഞ്ഞുങ്ങളെ വീണ്ടും കർത്താവിന്റെ കരങ്ങളിൽ വഹിക്കട്ടെ. കേട്ട വചനം പോലെ ആമേ പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടത് ആമേ സ്തോത്രം. ദൈവത്തിന്റെ കരം എപ്പോഴും ആമേ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കരമാണ്. നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ആമേ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. സഭയായി വലിയ കുടുംബത്തെ നമ്മുടെ മാതാപിതാക്കളെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപാരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപാരാ. നന്ദി കൊണ്ടെന്റെയുള്ള സംഗാരവോടെ സ്തുതി പാടിടുന്നേ. ദേവാസന്നാരവോടെ സ്തുതി പാടിടുന്നേ. വായുമെന്നെ കാവൽ ചെയ്തിടുവാനുള്ള മകൻ ശക്തി നീയേ. നാഥാന്തിയുള്ള മകൻ ശക്തി നീയേ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപാരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപാരാ. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അപ്പച്ചായി അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യായാമത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളും ഒരുമിച്ച് എളിയ ഭവൻ തണലിൽ കർത്താവെ ഞങ്ങൾക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പ്രിയാജിസന്ധനായ ആശയ്ക്കായി കുഞ്ഞിനായി കർത്താവെ കുടുംബജീവിതത്തിനായി അപ്പാ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം ദാനമായി കൊടുത്ത എളിയ ഭവനത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ കുടുംബമായി സർവശക്തന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നതിന്റെ കുഞ്ഞുങ്ങളെ സാക്ഷിവാചകം പോലെ കർത്താവെ പ്രാണോട് വെല്ലുവിളിച്ച സന്ദർഭങ്ങളുണ്ട്. ഒടുക്കിക്കളയുവാൻ, തകർത്തു കളയുവാൻ ശത്രു വെല്ലുവിളിച്ച അവസരങ്ങളുണ്ട്. ദൈവമേ, വിട്ടുകൊടുക്കാതെ ചിറകടിയിൽ മറച്ച് ദൈവം സൂക്ഷിച്ച ദൈവത്തിന്റെ വിശ്വസ്തയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കണം. ആവശ്യമായ ഭൗതിക, ആത്മീക, ശാരീരികമായ, മാനസികമായ എല്ലാ നന്മകളാൽ അതിന്റെ കുഞ്ഞുങ്ങളെ അവിടെ നിറയ്ക്കണം. ഞങ്ങളുടെ നാമത്തിന് മഹത്വമായി തീരുവാൻ, ഞങ്ങളുടെ നാമത്തിന് പുകഴ്ചയായി തീരുവാൻ കുഞ്ഞുങ്ങളെ ദൈവകാര്യങ്ങളെ വഹിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇരുവരുടെ കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. യേശുമാതാവിനായി വിശേഷാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയായി ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്ന അത്ഭുതകരമായ
ആമേ സാക്ഷ്യത്തിനുടമയായി കർത്താവേ ഇതിന് മകൾ വിടുവിക്കപ്പെടേണ്ടതിന് പൂർണ്ണ സൗഖ്യം പ്രാപിക്കേണ്ടതിന് നിങ്ങൾ ആത്മാർത്ഥമായി ഈ സന്ധ്യയെങ്കിലപ്പ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അദൃശ്യനായ ദൈവത്തിന്റെ കരം സൗഖ്യമാകുന്ന കർത്താവിന്റെ കരം പ്രിയമാതാവിന്റെ വെളിപ്പെട്ടിരിക്കുക. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. പൂർണ്ണബല പൂർണ്ണ സൗഖ്യം കർത്താവിടുന്ന് കൽപ്പിച്ചാണ്. നമ്മെ കർത്താവ് പ്രിയാശിഷ്ട മാതാവിനെയും പിതാവിനെയും ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദീർഘമായ മാസങ്ങൾ ഇവിടെ ആയിരിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ദൈവം കൊടുത്ത വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കുഞ്ഞുങ്ങളപ്പന്റെ കൃപയിൽ ആശ്രയിച്ച് ആമേ നാളത്തെ മകൾക്കാലം അടങ്ങി പോകുന്നില്ലപ്പാ. ദൈവത്തിന്റെ സാന്നിധ്യം കൃപ വാഹനങ്ങളോട് വഴികളോട് വഴിയാത്രയോട് ആമേ ഇതിന്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്ന് ക്ഷേമത്തോടെ കർത്താവെ പരിപാലിക്കണം, അനുഗ്രഹിക്കണം, ദൈവകൃപയിൽ മറക്കണം. ആമേ കർത്താവിനെ വലിയ ഓർത്ത് പ്രാർത്ഥിക്കാൻ ആത്മാവ് ജയിക്കണേ. ദൈവോടൊന്ന് പരിപാലിക്കുകയും സഹായിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ഈ നല്ല സന്ധ്യയിൽ കർത്താവേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുഞ്ഞുങ്ങളെ കുടുംബമായി മാതാപിതാക്കളെ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമായി തീരുവാൻ കർത്താവിനെയാക്കണം. രാത്രികാലം അപ്പന്റെ വാദപ്പെടുത്തി നിങ്ങളെ സഭയായി ഏൽപ്പിക്കുന്നു. കർത്താവ് നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ അപ്പന്റെ ദിവസം ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, ഈ സമയത്തുള്ള കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവേ വിഭവത്തിന്റെ പ്രാർത്ഥന കർത്താവേ ഈ വർഷവർക്ക് അനുഗ്രഹമായി തീരുവാൻ സഹായിച്ചതിനായി കർത്താവേ നാളെ യാത്ര ആരംഭിക്കാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവൻ ക്ഷേമത്തോടെ കർത്താവിനെ എയർപോർട്ടിൽ ചെല്ലുവാനും കർത്താവ് ബാംഗ്ലൂരിൽ എത്തുവാൻ സഹായിക്കുവാനും പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവനെ ആശയിപ്പിച്ച് കുടുംബയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വന്ന എല്ലാ ജനത്തെ അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും കൂട്ടായ്മയിലെ ഭവനത്തോട് തന്നെ കുഞ്ഞുങ്ങളോടും ആമേ നാളെ യാത്രയാದ മാതാപിതാക്കളോടും ഉലകം വിശുദ്ധന്മാരുടെ ദൈവസഭയുടെ ദൈവത്തിന്മേലും ഇതുകൊണ്ട് ഈ കഥാവ് വരുവരെയും ഉണ്ടായിരിക്കുമാറാവട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവേ വേഗം വരണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഡ്യൂട്ടി ഉണ്ട്.